നമ്മുടെ വീടിനരികിലൂടെ പോകുന്ന കനാലാണ് കേട്ടോ അത്. വേനൽക്കാലം ആകുമ്പോൾ ഇതിൽ നിറയെ വെള്ളം വിടാറുണ്ട്. നമ്മുടെ നാട്ടിലെ കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് ഈ കനാലിലെ വെള്ളമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തുണ്ടായെന്ന് വെച്ചാൽ നമ്മുടെ കനാലിൽ നിറയെ മീൻ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ഈ സംഭവം അറിയുന്നത് കേട്ടോ. രാവിലെ തുടങ്ങി ഇതിൽ മീൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ വൈകുന്നേരം ആയപ്പോൾ മീൻ പിടിച്ചപ്പോഴാണ് നമ്മളിത് അറിയണത്. അതായത് വൈകുന്നേരം 5 മണി വരെയാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അപ്പോൾ 5 മണി കഴിഞ്ഞാൽ വെള്ളം പമ്പിങ് നിർത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കനാലിലെ വെള്ളം വറ്റുമ്പോൾ കുട്ടികൾക്കൊക്കെ അതിൽ നിന്ന് മീൻ പിടിക്കാൻ എളുപ്പമാണല്ലോ. അങ്ങനെ അപ്പുക്കുട്ടനാണ് ഒരു ഭരണിയിൽ നിറയെ മീനെ പിടിച്ചിട്ട് വന്നിട്ട് അതിൽ മീൻ ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങളും ഈ സംഭവം അറിയണത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ എടുക്കാമെന്ന് തീരുമാനിച്ചു. ഒന്നാമതായി നമുക്ക് ഈ മീൻ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ആവശ്യമില്ല. നമുക്ക് നൊയമ്പ് കാലമാണ്. പിന്നെ ഞാൻ ഈ മീൻ അങ്ങനെ കഴിക്കാറില്ല, പുഴമീൻ അങ്ങനെയൊന്നും കഴിക്കാറില്ല. അപ്പം അതുകൊണ്ട് മീൻ നമുക്ക് പിടിച്ചില്ലെങ്കിലും ഇതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതി ഞങ്ങൾ ഫോണായിട്ട് വീഡിയോ എടുക്കാൻ ഇറങ്ങി. ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ കണ്ടോളൂ. ഞങ്ങളുടെ കനാലിൽ നിറയെ മീൻ വന്നിട്ടുണ്ട്. നമുക്ക് മീനെ നോക്കാം. അശ്ശേ എന്തുട്ട് അശ്ശേ, ഞങ്ങൾ മീൻ പിടിക്കാം. അതേ വന്നുണ്ടാ കനാലിൽ നിറയെ മീൻ. വാ വാ വാ. നോയമ്പ് മീനില്ല. അതെയോ ചാടിപ്പോയി ചാടിപ്പോയി ചാടിപ്പോയി. ഇതിനെ കറി വെക്കോ നിങ്ങള്? ഇതൊക്കെ ഇത് പരലാണോ? ഇങ്ങനാണ് വീഡിയോയിൽ കാണുമ്പോഴേ നല്ല വലിപ്പം മീനിന്. പേര് മീൻ്റെയാ കണമ്പെന്നൊക്കെ പറയാം. അതിന്റെ ഉള്ളില് അതാ ഞാൻ പറഞ്ഞ ഞാൻ കലക്ക് വേണ്ട വേണ്ട ഞാൻ അടിയിലേക്ക് പിടിച്ചെടുത്തരാ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? അതൊക്കെ പോയി. ഇത് നല്ല വലിയ മീനൊക്കെ. അയ്യനെ അവര് മീൻ പിടിച്ചാ കണ്ടായിരുന്നാ? ദേ അവര് അശ്രുക്കൊക്കെ ഇഷ്ടംപോലെ മീനെ പിടിച്ചിട്ടുണ്ട്. ആ പിടിക്ക്. എവിടെ ആരാ ഇല പിടിച്ചല്ലോ? കടിക്കൂന്ന് പരല്. ഞങ്ങക്ക് വേണ്ട. അടി അതിന്റെ തലഭാഗം കണ്ടുപിടിക്കണേ. ചേമ്പലെടുക്ക്. ആ ചേമ്പലെടുക്ക. നീ തെന്നി അതില് വീഴൂട്ട വെള്ളത്തില്. മീനെ പിടിച്ചാ? അപ്പൊ ഷാജിച്ചാണ്ട് ഇങ്ങോട്ട് വിളിച്ചതിനാ? കാണാൻ പറ്റുള്ള. ഓ അമ്പടി. നിങ്ങളിത് കറി വെക്കോ? പാറു മീമി മീമിയാണോ? ഇത് നോക്കിയേ. അവിടെ പോയി. അയ്യോ അറ്റത്തേക്ക് പോയില്ല. കഴിഞ്ഞത് ഇപ്പൊ ഉണ്ടോ അവിടെ? ഇവിടെ ഉണ്ടെന്ന് മീൻ. ആൾക്കാരൊക്കെ വാരി എടുക്കണം. നീ ഇതൊന്നും അറിഞ്ഞില്ലേ? എന്നാ നോക്കട്ടെ. ഞാൻ ഇപ്പൊ പിള്ളേര് പിടിച്ചോണ്ടാണ്ടപ്പോഴാ നോക്കണേ. ഇറങ്ങണ്ട ഇറങ്ങണ്ട എടി കുഞ്ഞു. ഞങ്ങളീ മീൻ കഴിക്കൂല. ആ പെണ്ണ് വെറുതെ ഇറങ്ങണതാ. അവര് കഴിക്കണവർക്ക് അവരെടുത്തോളൂ. ഞാൻ പോവാ. ഇഷ്ടം പോലെ ഉണ്ടാ. അവിടേക്ക് ആരെങ്കിലും ഉണ്ടാവോ അവിടെ? ഇതേ വാഴത്തോട്ടത്തിൽ വരെ മീൻ. ദേ കിടക്കണ്ട. ദേടാ ഞാൻ ഒന്ന് പിടിച്ചോക്കട്ടെ ഏട്ടാ. പിടയ്ക്കുന്നുണ്ട്. പിടിച്ചു മീൻ പിടിച്ചു. ദേനാ വായേ എന്നാ കനാൽ. പക്ഷെ അങ്ങനെ വരാറുണ്ടാ? ആ അല്ല എന്നാലും അങ്ങനെ കണ്ടിട്ടില്ല മീനെ. മീൻ പിടിക്കണം. അപ്പൊ
മീനെ പിടിക്കണ പാറൂഷേ, മീനെ പിടിക്കണെന്ന്. ആ ആണെന്നേ തോന്നൂല. ഇതാണ് ശരിക്കും തോട് ഗൈസ്. പക്ഷേ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തോടാണെന്ന് തോന്നൂല. കണ്ടോ, നിറയെ പായൽ വന്ന് കിട്ടി. ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളമൊന്നുമല്ല, നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഇതാണ് നമ്മുടെ പമ്പ് ഹൗസ്. അപ്പോൾ ഇവിടെ പമ്പ് ഹൗസാണ്. ഈ തോട്ടിയിൽ നിന്നാണ് നമുക്ക് വെള്ളം പമ്പ് ചെയ്ത് വരുന്നത്. ഇത് നമ്മൾ കുളിക്കാനും ഇതിനൊന്നും ഉപയോഗിക്കുന്നതല്ല. ഇത് തോടാണ് കേട്ടോ. കണ്ടാൽ പറയില്ലെന്നുള്ളൂ. പായലും ചവറും കൊണ്ട് നിറഞ്ഞ് ആകെ വൃത്തികേടായി കിടക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങടേക്ക് പാടമാണതേ, ഇത്രയും ഭാഗത്തു നിന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇപ്പോൾ ഒന്ന് മീൻ അടിച്ച് കയറി നമ്മുടെ കനാലിലും നമ്മുടെ പറമ്പിലേക്ക് വെള്ളം തിരിച്ചേക്കണോടത്തൊക്കെ മീൻ നിന്ന് കയറിയേക്കാം. അപ്പോൾ നമുക്ക് ഇതൊന്ന് കാണാം. എൻ്റെ അമ്മേ, ഇതിൽ കയറണത് പാമ്പുണ്ടാവോ? എവിടെ മീൻ? കയ്യിലാ? അയ്യേ, എടാ നിക്ക എന്നെ തട്ടിയിടല്ലേ, ഒരു മിനിറ്റ്. ഇതാ കാക്ക ഏതാണ്ടൊക്കെ തിന്ന് പോയേക്കണു. അങ്ങനെ ചത്ത് കിടക്കുന്നതാണല്ലേ. എന്തോരം മീനെ ചത്ത് കിടക്കണേ. ഇത്രയും മീൻ ഈ തോട്ടിലുണ്ടായോ? തലയില്ലാത്ത ഐറ്റം, വെറൈറ്റി ഐറ്റം. പമ്പ് ഹൗസിൽ മീൻ അടിച്ച് കയറി വന്ന് അവിടെ ചത്ത് കിടക്കുക. കുറേ ആൾക്കാർ പെറുക്കിക്കൊണ്ട് പോയി. അത് നമ്മുടെ പാടമാണ് കേട്ടോ. അവിടെയൊക്കെ കൃഷി സ്ഥലങ്ങളാണ്. അതിനോട് ചേർന്നാണ് ഈ തോട് പോണത്. ആദ്യമൊക്കെ ഈ തോട്ടിൽ വെള്ളം നല്ല വെള്ളമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിവിടുന്ന് ഇതിങ്ങനെ അങ്ങോട്ട് ഇറങ്ങി ഇങ്ങനെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ സൂക്ഷിച്ചിറങ്ങണം, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമ്മൾ താഴെ എത്തും. പോട്ടെ. പക്ഷേ എനിക്ക് കുറേ വീഡിയോ മിസ്സായിപ്പോയി. കാരണം ആദ്യം തന്നെ ഇവിടെ കുറേ മീൻ നിറയെ വന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ദേ അയാൻ ഓടി വരണ്ട കേട്ടോ. ഇപ്പോഴാണ് ഞാനിവിടെ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം അയാൻ അറിഞ്ഞത്. എന്ത് പറ്റി? പതുക്കെ ഓടല്ലേ. എന്തിയേ? ഞാൻ നിങ്ങളവിടെ നിങ്ങൾ പോന്നപ്പോൾ വിളിച്ചതല്ലേ. പാറൂട്ടിക്ക് കഴിഞ്ഞില്ലേ മീൻ പിടുത്തം? നിനക്ക് വലിയ മീനെ കിട്ടിയാലോ? അതെ, അവിടെ അവരുടെ വാഴ ആ കയ്യാണിയില്ലേ, കയ്യാണിയിൽ ആ ന്യൂസ്രയുടെ ഒക്കെ വീടിന്റെ ഫ്രണ്ടിലെ എന്തോരം മീൻ അതിൽ വെറുതെ കിടക്കണം. പിടിക്കാൻ പോലും എളുപ്പം. അവിടെ വെള്ളം കുറവാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റാ. അപ്പൊ മീൻ കൊണ്ടേ കറി വെച്ച് എല്ലാവരും കഴിക്കട്ടെ.